നമസ്തേ കൂട്ടുകാരെ. അപ്പൊ വിഷു ആഘോഷിച്ചു അല്ലേ? സദ്യയൊക്കെ ഉണ്ട്, പടക്കമൊക്കെ പൊട്ടിച്ച് ക്ഷീണമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ആയാലോ? ധൈര്യസമേതം ഒത്തിരി പേര് വോയിസ് തന്നിട്ടുണ്ട്. എനിക്ക് എവിഡൻസിന്റെ ഒരു ലാക്ക് ഉണ്ടായിരുന്നു. ആ എവിഡൻസ് കിട്ടി ഞാൻ പബ്ലിഷ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ചേച്ചി പറയുന്നത് വളരെ സത്യമാണ്. ചേച്ചി ഇത് വോയിസ് കേൾക്കുമെങ്കിൽ അത് ഓക്കെ, ചേച്ചി എടുത്ത് പബ്ലിക് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ, ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്സും മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 4 വർഷം ഈ സ്പാ ഫീൽഡിൽ ഉണ്ടായിരുന്നത്, ഈ ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിനെ കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഉപയോഗിക്കാം, ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്തുന്ന പറഞ്ഞാൽ, ഈ സ്വർണ്ണം കിടത്തുന്നത് എങ്ങനെയാണ്? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല, ഇവന്മാർക്ക് ഒരു ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടും നമുക്ക് അനുഭവമുള്ള, പിന്നെ ഇതുപോലുള്ള കുറെ കാരിയേഴ്സ് ഉണ്ട്, സ്ഥിരം പോയി വരുന്ന കാരിയേഴ്സ്. അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് അയച്ചു തരാം. ചേച്ചി എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി തന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഇരുന്ന് കാരിയേഴ്സ്, അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് അയച്ചു തരാം. ചേച്ചി എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി തന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വന്ന് പണ്ടേ പറഞ്ഞേനെ. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്കറിയില്ല ചേച്ചിയാണോ അനിയത്തിയാണോ പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, എന്റെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയൊക്കെ ആയിട്ട് അവര് 2-3 പേര് ദുബായിലുണ്ട്, 1-2 പേര് നാട്ടിലും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആരോടെ പറയാ? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളതൊരു കാമുകനെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കാണുന്ന ആളുകളെ കൂടെ ഇല്ല. ഞാനൊരു കല്യാണം കഴിച്ചു, അത് ഫ്ലോപ്പായി. അതിന് പിന്നെ ഞാനൊരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ ചേച്ചി എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് തന്നെ ഭ്രാന്തായി തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആവാൻ കഴിയുന്നില്ല എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയാണെന്നറിയോ, ഈ ഡാൻസ് ബാർ എന്ന് പറയുന്നതും സ്പാ എന്ന് പറയുന്നതും ഒക്കെ വെറും പെൺവാണിഭവും സ്വർണ്ണക്കടത്തും അതുപോലുള്ള മറ്റേ ഡ്രഗ്സ് മാഫിയയും മാത്രമാണ്. ഇവന്മാരുടെയൊക്കെ കുറേ ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ച് ചേച്ചിക്ക് തരാം. എനിക്കൊന്നും സമയം തന്നാൽ മതി. എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ആ ഫോൺ നഷ്ടപ്പെട്ടു, അതായത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് മാറേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ കുറേ നമ്പേഴ്സ് ചേച്ചിക്ക് തരുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വീണ്ടെടുത്ത് തരാം. ഇതിന്റെയൊക്കെ മെയിൻ ആളുകൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എൻ്റെ 2 സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങയും പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടു പോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ട് നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ എന്തിനാ? അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവളെങ്ങനെ ഇവിടെ വന്നു എന്നിട്ട് ഞാൻ ഇവന്മാരോട് ചോദിച്ചു, ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാർ ഇവിടെ ഇറക്കിയേക്കണത്. കാര്യം അവന്മാർ ഓൾറെഡി 20 വരെ ഇവിടെ നോമ്പും പെരുന്നാളും ആയിരുന്നു. അതുവരെ ഒരു കാര്യങ്ങളും യുവമാർക്ക് നടക്കത്തില്ല കേട്ടോ. അതുവരെ യുവമാർക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. സത്യമാണ് ചേച്ചി, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഇതുപോലുള്ള 4 സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഈ രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പും.
ഇവള് ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കണത്. അവന്മാരും എത്ര 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരണത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന് നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. സങ്കടപ്പെട്ടിട്ട് പറയാണ്, ഇതിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നമ്മളും എടുക്കണത്. ഞാനും എന്റെ ഗതികേട് കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യണത്. പക്ഷെ നമ്മളാരും നമ്മളെന്ന മുഖമൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ ചേച്ചി. സഹികെട്ട് പറഞ്ഞോവാണ് ഇതുപോലൊരു സ്ത്രീ. കാര്യം എനിക്ക് മക്കളുണ്ട്. നമ്മളെ മക്കളെ മുമ്പിൽ നമ്മള് നാണം കെടാനോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ താഴ്ത്തിക്കെടാനോ ഗതികേട് കൊണ്ടാണ് ഞാൻ സത്യം തുറന്നു പറയണത്. അത്രയും സത്യം നിങ്ങളെ മുമ്പിലൊക്കെ എനിക്ക് പറയാന്ന് പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഇവരൊക്കെ കൊണ്ടുവരുന്ന അതായത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക, അവരെ മാക്സിമം ശരീരം വിൽക്കുക, പിന്നെ അവരെ കൊണ്ട് ശരീരം വിൽക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളടുത്തേക്കാണല്ലോ ഇവരൊക്കെ വരുന്നത്. ഈ വിഡ്ഢികൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മളാരും ഇതൊന്നും പറയില്ല. നമ്മളിതൊക്കെ അറിയുന്നവരാണ്. പിന്നെ പല ആൾക്കാരും തിരിച്ചറിയുന്നില്ല ഇവർ ഈ നാട്ടിൽ പോയിട്ട് പറയുന്ന നുണകള്. പക്ഷെ ഒരുപാട് പേര് ഈ മറ്റേ രേണു തങ്കച്ചനെ പോലെയല്ല, ആരും ഇതൊന്നും പറയത്തില്ല. ഇവള് മാത്രമാണ് കിടന്നിട്ട് ഈ പിടയ്ക്കുകയും ഈ മാതിരി തോന്നിയാസങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇവളെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നി. ഫോട്ടോസുകൾ ഞാൻ കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. മാക്സിമം കുറെ ഫോട്ടോസുകളെങ്കിലും കിട്ടിയാല്. പിന്നെ ഇവള് നല്ല സിഗരറ്റ് വലിയ കേട്ടോ, ഒടുക്കത്തെ സിഗരറ്റ് വലിയ ഇവള് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറെ സിഗരറ്റ് വലിച്ച് തള്ളി ആശ്രയിൽ ഇട്ടത് ഞാൻ കണ്ടതാ. ഇവളുടെ അടുത്തേക്കൊന്നും നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അതായിരുന്നു നമുക്കൊക്കെ പറ്റിയ ഫോൾട്ട്. ഇവള് വന്ന് അവിടെ ഇരുന്നപ്പോ ഇവക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റൂമും ഇവളുടെ കാര്യങ്ങളെല്ലാം അവർ സ്പെഷ്യലായിട്ടും ഇവള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മാക്സിമം തടയാവുന്നതും അവന്മാര് ശ്രമിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പോയ ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എന്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. ദൈവത്തിനാണ് ഞാൻ പെറ്റ മക്കളാണ് സത്യം. ഇതൊന്നും കള്ളമല്ല. ഇവളിവിടെ വരുന്നത് ഡ്രഗ് മാഫിയയും ഗോൾഡ് മാഫിയയുടെയും ഒക്കെ കൂടെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ശരീരം വിൽക്കാൻ. ഇവൾ അവിടെ നിന്ന് പറയുന്നതുണ്ട്. ആ വോയിസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. 15 ദിവസം ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന്. 15 ദിവസം ഇവളെ ബുക്ക് ചെയ്ത്, അതായത് ഇവളെ കളിക്കാൻ കിട്ടിയാൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. എല്ലാണ്ടൊന്നും ഇവള് വരത്തില്ല. അത് ഓൾറെഡി ഇവള് ഫിക്സഡ് ആണ്. ഇനിയിപ്പൊ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ അവൾ അവിടത്തെ കൂന്തളിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ ഗൾഫിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി ഇവിടെ കിടന്ന് കൂന്തളിപ്പ് കാണിക്കാന്നുള്ളതാണ് ഇവളുടെ കാര്യം. നാട്ടിൽ ഇനി ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞ ഇത്രയും പ്രശ്നം ആയതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവള് ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ എല്ലാരും പബ്ലിക്കായി ഇത് മൊത്തം വൈറലായതുകൊണ്ട് ആരും ഒന്നും തരത്തില്ല, ആരും പേടിച്ചിട്ട്. അതാണ് വാസ്തവം. ഇവള് ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും പാപ്പിലോണിൽ വന്നപ്പോഴും സെക്കൻഡ് താമരയാണോ ചെമ്പരത്തിയിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി, നമുക്കെന്നല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് പച്ചപ്പരമാർത്ഥങ്ങള്. ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ചേച്ചി ധൈര്യമായിട്ട് എന്റെ ഈ വോയിസ് അങ്ങോട്ടിട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. എന്താന്നറിയോ, ഇപ്പോൾ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തിനും മറ്റേ ഡ്രഗ് മാഫിയ. ഇവള് നല്ല ഒന്നാന്തര സിഗരറ്റ് വലിക്കാരി, ഡ്രഗ് അഡിക്റ്റുമാണ്, ഡ്രഗും വലിക്കുന്നുണ്ട്. ഇവള് ആണുങ്ങളെ മൊത്തം ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയാന്നും പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവക്കുള്ള പൈസ ഓൾറെഡി അവന്മാര് കൊടുത്തിട്ടുണ്ടാവും. ഏത് ഷോപ്പിലാണ് ഈ 10-12 ദിവസം ഇവിടെ മറ്റേ പ്രൊമോഷനോ തേങ്ങ നടക്കുന്നത്? ആര് നടത്തും? ചേച്ചിക്ക് എന്താ? ചേച്ചി ഈ വോയിസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ.
അതോടെ അവൾക്ക് മനസ്സിലാവും ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. അവളുടെ ഓലക്കയുടെ പ്രമോഷൻ മയിലാണ്. എനിക്ക് ചേരിപ്പൂരി അടിക്കാനാണ് തോന്നുന്നത്. നായിന്റെ മോളെ ചേരിപ്പൂരി അടിക്കാൻ വേറൊന്നല്ല അവളെ പ്രമോഷൻ. ഇവള് എന്ത് പ്രമോഷൻ? ഇവള് മലന്ന് കിടന്ന് കൊടുത്തിട്ട് കാശുണ്ടാക്കിയിട്ട് പോയതോ? അതാണോ അവളെ പ്രമോഷൻ? നായിന്റെ മോള്. ഞാൻ നമ്മുടെ ഷെവീന ബീവി, അതായത് രേഷ്മ പി തങ്കച്ചന്റെ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ നിക്നെയിം കൊടുത്തിരിക്കുന്ന ഒരു ലേഡി ഉണ്ട്. അവരുടെ പേരാണ് ഷെവീന. അവരെ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം തെറുത്താത്ത. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതാവും. അപ്പൊ നിങ്ങൾക്ക് രേഷ്മ പി തങ്കച്ചനാരെ രേണുസുതി, പുള്ളിക്കാരി പേര് നാളൊക്കെ മാറ്റി ശരിക്കും നമുക്ക് ഇനി രേണുസുതി വിളിക്കേണ്ട കാര്യം ഇല്ലല്ലോ. രേഷ്മ പി തങ്കച്ചൻ തന്നെ നമുക്ക് വിളിക്കാം. അപ്പൊ പുള്ളിക്കാരിയെ സംബന്ധിച്ച ഒരു വാർത്ത പുള്ളിക്കാരി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 കാര്യങ്ങൾ നമ്മൾക്ക് ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഗോൾഡ് സ്മഗ്ലിംഗ്, 2 പെൺവാണിപ്പം, കൂട്ടിക്കൊടുപ്പ്, ഇതൊക്കെ പറയില്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണുസുതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയത് ടമാർപടാർ പ്ലാറ്റ്ഫോമിൽ സുധിച്ചേട്ടൻ കൊണ്ടുവന്നപ്പോഴാണ്. എന്റെ വാവച്ചി എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് നമ്മളുടെ മുന്നിൽ. അപ്പൊ ഒരു പാവം പിടിച്ച പെണ്ണ്, നമ്മൾ നോക്കുമ്പം കുടുംബത്ത് അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു കൊച്ച്, പ്രത്യേകിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ഭർത്താവിനെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് കുടുംബം നോക്കി കഴിയുന്ന ഒരു സ്ത്രീ. അതിനപ്പുറത്തേക്ക് ഒരു ഇമാജിൻ ഒന്നും ഒരാൾക്കും ഒരു ഇമാജിനേഷൻ ഉണ്ടായിട്ടില്ല. എനിക്കില്ല, നിങ്ങൾക്കില്ല, പിന്നെ ആർക്കില്ല. എല്ലാവരും ഈ മലയാളികളെല്ലാം ഒറ്റ കണ്ണോടുകൂടി കണ്ട ഒരു വ്യക്തിയാണ് അല്ലെ. എല്ലാവരുടെയും കണ്ണിലും ഒരു അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരന്റെ മരണം ആ കുടുംബത്തിന് ശരിക്കും നല്ല പോലെ പിടിച്ചൊലച്ചിട്ടുണ്ട്. അതിന് പുള്ളിക്കാരിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ആ മൊമെന്റിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റില് ഈ പോകുന്ന മൊമെന്റിലൊക്കെ പുള്ളിക്കാരിക്ക് വിഷമമാകുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉത്തരവും ഇല്ല, ഒന്നുമില്ല. എനിവേ, അപ്പൊ നമുക്കതല്ല ഇന്നത്തെ ചർച്ച. പുള്ളിക്കാരി പോയൊരു വഴി, അതാണ് നമ്മുടെ ചർച്ച. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എന്താ പറയാ, CCTV ക്യാമറ വെച്ച് കാണിക്കുന്നത് പോലെ പുള്ളിക്കാരി ഇത്രയും നാളത്തെ ലൈഫ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. പക്ഷെ ചില ഇടങ്ങളിൽ CCTV ഇല്ലാത്ത ഇടങ്ങളിൽ കൂടിയും പുള്ളിക്കാരി നടന്നു, അത് നമുക്ക് കാണാൻ പറ്റിയ പുള്ളി കാണിച്ചില്ല. അപ്പം ഇത്രേ ഉള്ളൂ. പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാര്, നമ്മുടെ ഷഫീന, അതായത് തെറുത്താത്ത ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആരെപ്പറ്റി? ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണുസുതിയെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, ഈ കേരളക്കരയിലുള്ള മലയാളികൾ, പുള്ളിക്കാരി മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും മലയാളത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിയാണ്, ബിഗ് ബോസ് സീസൺ 7 വരെ കഴിഞ്ഞു. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരുപാട് പേര് പകുതിയായപ്പോ നോമിനേറ്റ് പോയവരുണ്ട്, വിജയിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്കാർക്കും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ പുള്ളിക്കാരിക്കുണ്ട്. കാരണം പുള്ളിക്കാരി നെഗറ്റീവ് പബ്ലിസിറ്റി വാങ്ങിച്ചാണ് ബിഗ് ബോസ് എത്തിയത്. ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി പുള്ളിക്കാരുടെ മൈൻഡിലൂടെ വന്നതല്ല. കാരണം ആദ്യകാലങ്ങളിൽ രേണുസുതി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് ഒരാള് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് താങ്ങുമെന്ന് തന്നെ സംശയമാണ്. പക്ഷെ അതല്ല, നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ട്, ചില പറയുന്നുള്ള നല്ല കളിയും എല്ലാം ഉള്ളത് ഒറ്റ കാരണത്തിലാണ് പുള്ളിക്കാരി പിടിച്ചു നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരുടെ സ്ഥലത്ത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പണ്ടേ സൂസൈഡ് ചെയ്ത് പോയെന്നേ. പക്ഷെ ആ സ്ഥാനത്ത് ഈ പുള്ളിക്കാരി ഇത്രയും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവും. ഒരു കാര്യമില്ലാണ്ട് പുള്ളിക്കാരി ഇത്രയും പിടിച്ചു നിൽക്കില്ല. കരയാണോ, ഇരിക്കുകയാണോ, അഭിനയിക്കുകയാണോ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മോഡുലേഷനിലൂടെയാണ് ഈ രേണു അല്ലെങ്കിൽ ഈ രേഷ്മ പി തങ്കച്ചന്റെ ഓരോ പോക്കും. അപ്പം കുറെ ആൽബം, സത്യം പറഞ്ഞാൽ ആൽബം കാണുമ്പോൾ എനിക്ക് തന്നെ ചെയ്യാതിട്ടുണ്ട്, എന്തെന്ത് പീക്കൂതാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് അവരുടെ ഒരു ആൽബം ഹിറ്റായിക്കൊണ്ടിരുന്നത്. അതിലൂടെ അവര് പൈസ നേടിക്കൊണ്ടിരുന്നത്. എനിവേ, അപ്പം അവർക്ക് മനസ്സിലായി നെഗറ്റീവിലൂടെ നിൽക്കാം എന്നുള്ളത്. എന്ത് വന്നാലും ശരി അവർ ആ നെഗറ്റീവിൽ കൂടെ നിന്നു. അന്നേരമാണ് അടുത്ത ഒരു സ്റ്റേജ് ബിഗ് ബോസ് എത്തുന്നത്. ബിഗ് ബോസിലെത്തി പുള്ളിക്കാരി കാട്ടിക്കൂട്ടി ഈ ലോകമെമ്പാടും സകല ആൾക്കാരും അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ബിഗ് ബോസിലെത്തി, അത് ഞാനും കണ്ടതാണ്. സുധിച്ചേട്ടാ എത്തി എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് ഒക്കെ
അത് കഴിഞ്ഞുള്ള ഈ പുള്ളിക്കാരിയുടെ റേഞ്ച് നമ്മളെല്ലാവരും ശരിക്കും ചിന്തിക്കേണ്ട ഒരു വഴിയാണത്. മറ്റൊന്നുമല്ല, പുള്ളിക്കാരിയുടെ റേഞ്ച് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പോയ വഴികളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടുന്ന് പുള്ളിക്ക് ഇനാഗ്രേഷൻ മറ്റു കാര്യങ്ങളും കിട്ടി, പുള്ളിക്കാരിക്ക് PR വർക്ക് കൂടി, മാനേജറായി. മാനേജർക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരാളാണെന്നാണ് ഈ ഷഫീന പറയുന്നത്. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളായി. പിന്നെ സ്വന്തം കുടുംബം പോലെ ഒരു 10-12 യൂട്യൂബില് ഈ വാർത്താ ചാനൽ എഴുതുന്ന കുറച്ച്, അവർക്ക് വേറെ വാർത്തയൊന്നുമില്ലെന്നേ, ഇത് മാത്രമേ ഉള്ളൂ, രേണുവിനെ കുറിച്ചുള്ള വാർത്തയേ ഉള്ളൂ അവർക്ക്. അപ്പം അങ്ങനെ കുറച്ച് ഓൺലൈൻ മീഡിയാസ് ആയി. പുള്ളിക്കാരി റേഞ്ച് മാറി. പിന്നെ നേരെ വിട്ട് എവിടെ ഷാർജ, ദുബായ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് UK പോകുന്നു, ഓസ്ട്രേലിയ പോകുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പുള്ളിക്കാരി എപ്പോഴും അവിടെ ഈ ഇനോഗ്രേഷൻ നടത്താൻ മാത്രം ഒരുപാട് റെസ്റ്റോറന്റ് മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ രേണുസുധിയേ ഉള്ളൂ അവർക്ക് ഇനോഗ്രേഷൻ നടത്താൻ, വേറെ ആരെയും കിട്ടുന്നില്ലേ? എത്രയോ നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. രേണുസുധിയ മാത്രം എന്ത് ബിഗ് ബോസ് ജയിച്ചു രേണുസുധിയെ പോലെ പകുതിക്ക് ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ അവരെ ആരെയും വിളിക്കത്തില്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളത് കൊണ്ട് ആ രേണുസുധി ആ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ആ ബാർ ഒന്ന് ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് നേടാൻ അവർക്ക്? ചിന്തിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. അപ്പോഴാണ് നമ്മുടെ ഷെഫീന ചേച്ചി പറയുന്ന ഒരു ഡയലോഗ്, ചേച്ചി പറയുന്നല്ല, ചേച്ചിക്ക് ആ ഒരു വീഡിയോസിൽ ചേച്ചി കൊടുത്തിരിക്കുന്ന എന്തോ ഒരു വോയിസ് ഉണ്ട്. ആ സ്ത്രീ പറയുന്നുണ്ട് ഇതിനകത്ത്, രേണുസുധി ഇവിടുന്ന് കയറുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് തിരിച്ചു വരുന്നില്ല എന്നുള്ളത് നമ്പർ 1 പോയിന്റ്. അവിടെ ഉള്ളവരെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കലാണ് ഇവരുടെയൊക്കെ മെയിൻ ഹോബി. ഒത്തിരി പെൺകുട്ടികളെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകാറുണ്ട് എന്ന്. അപ്പൊ രേണുസുധിക്ക് എന്താണ് ഇതിനകത്ത് റോൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുള്ളിക്കാരി അറിയാതെ ഇതിൽ ഇൻവോൾവ് ആവുന്നതാണോ അല്ല അറിഞ്ഞുകൊണ്ട് ഇൻവോൾവ് ആണെന്നോ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അറിയാതെ അങ്ങനെ ഒരാൾ ഇൻവോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വന്ന കാലത്ത് അങ്ങനെയൊക്കെ പറ്റുമോ? എല്ലാം അറിയാവുന്നേ, പുള്ളിക്കാരിക്ക് വേണ്ട തുക എത്തുന്നുണ്ടാവും, അത് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഡൗട്ടാണ്, ഈ കസ്റ്റംസ് ഇവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ പിടുത്തമൊന്നുമില്ലേ? അതോ എല്ലാം പൈസ കൊടുത്ത് ഒതുക്കുന്നതാണോ? കാരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ പോട്ടെ, ഇതൊക്കെ അലിഗേഷൻ ആണ് വിചാരിക്കട്ടെ. ഈ പറഞ്ഞ 2 കാര്യങ്ങളും എല്ലാം അലിഗേഷൻ ആണെങ്കിലും ഇതിന് മാത്രം ഇനോഗ്രേഷൻ എവിടുന്ന ഈ രേണുസുധി കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. ചിന്തിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യവുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് നമ്മളുടെ തന്നെ സിസ്റ്റമാണ്. ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിലും ഒരു രഹസ്യാന്വേഷണം വേണം. അതൊക്കെ അവർ നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. സത്യം പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അവർ ചിന്തിക്കാനായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നടക്കുന്ന കുറെ ഒരു തെറ്റുകളാണെന്ന് ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ വരുന്ന തലമുറ മൊത്തം നശിച്ചു പോകുന്നേ, ഞരമ്പൊക്കെ ദ്രവിച്ചു പോകും. ആ ഒരു സാധനമാണിത്. പിന്നെ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തുക, അതായത് നമ്മുടെ രാജ്യത്ത് കൊടുക്കേണ്ട കൂലി വെട്ടിപ്പ് നടത്തുക, അത് രാജ്യദ്രോഹത്തിൽ പെടുന്നത് തന്നെയാണ്. പിന്നെ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുക, എന്തുമാത്രം പലത്രം നോക്കിയതൊക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ, ഇതെല്ലാം നമ്മുടെ ഷെഫീന പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ നമ്മുടെ ഈ വീഡിയോയില് അവരുടെ ആ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങളത് കാണും, കേൾക്കുകയൊക്കെ ചെയ്യും, നിങ്ങളത് വിലയിരുത്തും. പുള്ളിക്കാരി പറയണ ഇനിയും കുറെ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് രേണുവിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ, രേണു ഇപ്പൊ തന്നെ വയസ്സ് 10-30 ആയില്ലേടോ തനിക്ക്? 30 ആയില്ലെങ്കിൽ 30 എത്ര ആയില്ലയോ തനിക്ക്? കിച്ചന്റെ കാര്യം വിട്, അതൊക്കെ വലിയ വെക്കാനാ, വിട്. ഇതൊക്കെ പറ്റി ആലോചിക്കുക. നാളെ ഈ കൊച്ചു വലുതായി വരുമ്പോ അതിനുണ്ടാകുന്ന നാണക്കേട്, അതിനൊക്കെണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതിനെ പറ്റിയിട്ട് ഇത്തിരിയെങ്കിലും ചിന്തിക്കണ്ടേടോ.
ഇനിയിപ്പം ഇതൊന്നുമല്ല, വേറെ എന്തെങ്കിലും തരത്തില് താൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിനകത്ത് സാക്ഷിയായെങ്കിൽ തന്നെ തന്റെ ജീവിതം എവിടെയാണെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഇത് കണ്ടിരുന്നു ഞാൻ. ഇയാളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം ഒരു വീട്ടിലൊരു ബുദ്ധിമുട്ട്, അതായത് 10-13 വയസ്സുള്ള ഒരു കൊച്ച് അവരെ വീട്ടുകാരും കാണാതെ എന്ത് ചെയ്തു, ഒന്ന് സബ് ചെയ്തു, ഇവളുടെ വീഡിയോസും കുന്തരാണ്ടും ഒക്കെ കാണാൻ വേണ്ടി കയറി. ഈ 13 വയസ്സുള്ള ഈ കുട്ടി സബ്ബൊക്കെ ചെയ്ത് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമൂഹം അത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഈ ഒരു സബ് പറഞ്ഞപ്പോഴാണ് ഈ ഐറ്റംസ് കുറെ വേറെ ഇനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാനിന്ന് കയറി സെർച്ച് ചെയ്തു. ഞാൻ സബ് ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ലല്ലോ, നമുക്ക് ഇതൊന്നും ആ കാര്യമില്ല, അപ്പൊ നമ്മൾ സബ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ അല്ലാതെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ ഞാൻ കയറി കണ്ടപ്പോൾ എനിക്കും മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ മുക്കാലും പുരുഷന്മാർ ഞരമ്പ് പൊട്ടിക്കിടക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇവന്മാരൊക്കെ ഈ ഇവിടെ പോയി കിടന്ന് കൂത്താടുവോ? അത് മാത്രമല്ല, സമൂഹത്തിരിക്കുന്ന വേറെ കൊച്ചു പിള്ളേർക്ക്, അതായത് 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ കഷ്ടപ്പെടുമെന്ന്, വലിയ കഷ്ടപ്പാടൊന്നും വേണ്ടെന്നേ, നിങ്ങൾ പഠിക്കാൻ പോവുക. 10 കഴിയുന്നു, +2 കഴിയുന്നു, ഡിഗ്രി എന്തായാലും ആവശ്യമാണ്, എന്തെങ്കിലും ഒരു കോഴ്സ് ആവശ്യമാണ്, നിങ്ങൾ അത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പണിക്ക് പോകുന്ന ഒരു കാര്യമില്ല, നിങ്ങൾ ഒരു ഫോൺ എടുത്തങ്ങോട്ട് ഇറങ്ങി നിങ്ങൾ കുറച്ച് എക്സ്പോസർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അങ്ങോട്ട് ചെയ്തിടും. പിന്നെ അതിന്റെ ഓട്ടോമാറ്റിയുടെ സബും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ കണ്ടോളും, പൈസ തന്നോളും. കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല എമൗണ്ട് കയ്യിൽ കിട്ടും. പർപ്പിൾ കണ്ടില്ലായിരുന്നോ? മാസം അങ്ങോട്ട് 1 കോടിക്ക് മോളെ കിട്ടുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്നേ, ചിരിച്ചു കാണിക്കുക, സെൽഫി എടുക്കുകയൊക്കെ ചെയ്യാൻ ആൾക്കാർ വരുമെങ്കിലും അവരുടെ മനസ്സിൽ എന്താണ്? നിങ്ങളെ പറ്റി റെസ്പെക്റ്റ് ആണോ? നിങ്ങളെ പറ്റി നല്ലതാണോ അവർ വിചാരിക്കുന്നത്? അതുകൂടെ ചിന്തിച്ചു നോക്കിയാൽ മതിയെന്നേ. ആരും നല്ലത് വിചാരിക്കാൻ പോകുന്നില്ല, ആരും ഒന്നും റെസ്പെക്ട് തരാൻ പോകുന്നില്ല. പിന്നെ ഒരു രസത്തിനുള്ള സെൽഫി, അത്രയേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷെഫീന ചേച്ചി പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ രേഷ്മ പി തങ്കച്ച നീ പെടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ 2-3 വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ തകർച്ച തുടങ്ങിയിട്ടുണ്ട് മോളെ എന്നുള്ളത്. സത്യമായിട്ട് ഉള്ള കാര്യമാണ്. അല്ല, കരുനാക്കന്റെ പക്ഷെ ഞാൻ എന്റെ കരുനാക്ക് വെച്ച് പറഞ്ഞൊന്നുമല്ല. നമ്മൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വെച്ച് നമ്മൾ ജീവിച്ചു പോവാൻ, അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് പടിപടിയായിട്ട് ഉയർന്നു പോകണം. നെഗറ്റിവിറ്റീസ് ഒക്കെ വേണ്ടത് പറയാം. എന്നും നമ്മൾ നല്ലതുള്ള സമയമാണ് പാട്, മോശമാണ് എളുപ്പമാണ്. പിന്നെ അങ്ങനെ ജീവിച്ചാൽ മതി. ഒരു തവണ നമ്മൾ എല്ലാവരും മുന്നിൽ നല്ല കൺകെട്ട ദൈവമായി കഴിഞ്ഞാൽ പിന്നെ മരിക്കുവോളം നമ്മൾ അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അവിടുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ അങ്ങ് നല്ല കുട്ടി ആവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആ ലിമിറ്റ് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ സമൂഹം എന്നും കൂടെ ഉണ്ടാവും. അതൊരു സംശയവുമില്ല. ഇന്ന് നീ പിടിച്ച കൊമ്പ് പുളുങ്ങമ്പാണോ അത് വല്ല പാമ്പിന്റെ വാലാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്താ പാമ്പിന്റെ വാലാകാതിരിക്കട്ടെ, കാരണം അത് തിരിഞ്ഞൊരു കുത്തിയ മോളെ തീർന്നു. അപ്പൊ പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനെ പറയും, ഇപ്പൊ ഈ രേഷ്മ പി തങ്കച്ചന്റെ പോക്ക് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഇടയ്ക്കൊക്കെ ഈ ഒരു ഡാനിയലിനെയൊക്കെ വെച്ച് ഡാനിയല് അതുലിനെയൊക്കെ വെച്ച് പുള്ളിക്കാരി വലിയൊരു എന്താ പറയാ, പിന്നെ വെല്ലുവിളിയൊക്കെ നടത്തി, പറ്റൂ നീയൊക്കെ എന്റെ ചാനലിനെ പൂട്ടിച്ച് കാണിക്കടാന്ന്. പൂട്ടിക്കാൻ വലിയ പാടൊന്നും ഇല്ലെന്നേ, ആരെയാ പൂട്ടിക്കാൻ പറയാത്ത? അതൊക്കെ പറ്റും. പർപ്പിളിനെ പൂട്ടിയില്ലേ ആൾക്കാര്? സത്യം പറഞ്ഞാൽ പൂട്ടിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജന്മം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഭയങ്കരമായിട്ട് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, വീഡിയോസ് ഇട്ടുന്ന ഒരുപാടാണെങ്കിൽ, ഞാനാണെങ്കിൽ ഇല്ലാത്ത പൈസ മുടക്കി ഞാനൊരു സബ് എടുത്തപ്പോഴത്തേക്കിനും അത് പൂട്ടിയെന്ന് പറഞ്ഞ് എടുത്ത് നേരെ വിളിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ട്. അപ്പൊ ഇതേ പർപ്പിള് അങ്ങനെ വിചാരിച്ച് ഞാൻ കയറി നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഇങ്ങനെയും ചില താരങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അതും ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അവസാനം അതിനെയും പൂട്ടി എന്നുള്ളത്. അപ്പൊ പൂട്ടാനൊക്കെ എളുപ്പമുള്ള പരിപാടിയെ. പിന്നെ ആൾക്കാർ പിന്നെ നിന്നെ സംബന്ധിച്ച് നിന്റെ ചാനലില് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റിയാക്ഷൻ ചെയ്യുന്ന ഒരു മനുഷ്യരും പൂട്ടത്തില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ പൂട്ടില്ല. കാരണം വെച്ചാൽ അവർക്ക്
ഉള്ള കണ്ടന്റ് ആണ് രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ. അത് കണ്ടന്റ് ആണ്. യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടന്റ് ആണ് നീ. അപ്പൊ നിന്നെ ഒരിക്കലും ഒരു കൂട്ടാൻ നോക്കിയല്ല. നിന്നെ ഇങ്ങനെ വെള്ളവും വളം ഒഴിച്ചു വന്നുകൊണ്ടേയിരിക്കും. നീ വളരുക, എന്നാലും ഞങ്ങൾ കണ്ടന്റ് ഉണ്ടാവൂ എന്ന് പറഞ്ഞു. പക്ഷെ മറ്റേ ആ പയ്യന്റെ അച്ഛൻ പ്രതികരിച്ച പോലെ പലരും പ്രതികരിക്കും. അല്ല, അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യും, റിപ്പോർട്ട് അടിക്കും, എന്നെ പൂട്ടും. അതിനധികം കാലമൊന്നുമില്ല. അപ്പൊ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നതൊക്കെ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. അതുപോലെ തന്നെ നിന്റെ ഒരു ഇളക്കമാണ് മോളെ ഇപ്പൊ കാര്യങ്ങൾ ഇത്രയും വരെ എത്തിച്ചിരിക്കുന്നു. നീ സൂക്ഷിച്ച നിനക്ക് വേണം. അപ്പൊ നീ തന്നെ തീരുമാനിക്കുക എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫീനയുടെ ചാനൽ ഒന്ന് കയറി കാണുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് എവിഡൻസ് ഒക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടുന്ന് കിട്ടും. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.